നമ്മൾ ഇനി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് സിലബസിൽ അടുത്ത ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഇനി വരുന്നതാണ് സെക്ഷൻസ് ഓഫ് ലീഗൽ മെട്രോളജി ആക്ട് 2009. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ഈ ഭാഗം പ്രസ്താവന രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ പഠിച്ചുകൊണ്ട് പോകാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ലീഗൽ മെട്രോളജി ആക്ടിലെ സെക്ഷൻ 17 പ്രകാരം നിർമ്മാതാക്കൾ നിർബന്ധമായും റെക്കോർഡുകളും രജിസ്റ്ററുകളും സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന, സെക്ഷൻ 18 പ്രീ പാക്കേജ്ഡ് കമ്മോഡിറ്റികളിലെ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുകളിലെ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് വായിച്ച് നോക്കുക, ഉത്തരം എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. മാനുഫാക്ചേഴ്സ് റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് സെക്ഷൻ 17 പ്രകാരവും പാക്കറ്റുകൾക്ക് മുകളിലെ ഡിക്ലറേഷൻ സെക്ഷൻ 18 പ്രകാരവും നിർബന്ധമാണ്. കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1ഉം 2ഉം ശരിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ സെക്ഷൻ 22നെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഏതൊരു അളവ് തൂക്ക ഉപകരണത്തിൻ്റെയും മോഡൽ അംഗീകാരവുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 22. രണ്ടാമത്തത്, അംഗീകാരമില്ലാത്ത മോഡലുകൾ വിൽക്കുന്നത് സെക്ഷൻ 24 പ്രകാരമാണ് തടഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരിയാണ്. പ്രസ്താവന 1 മാത്രമാണ് ശരി. മോഡൽ അംഗീകാരം സെക്ഷൻ 22 ആണ്. സെക്ഷൻ 24 അളവ് തൂക്കങ്ങളുടെ വെരിഫിക്കേഷനും സ്റ്റാമ്പിങ്ങിനും ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അളവ് തൂക്കങ്ങളുടെ പരിശോധനയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവന ശ്രദ്ധിക്കുക. ഉപയോഗത്തിലിരിക്കുന്ന അളവ് തൂക്ക ഉപകരണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വെരിഫിക്കേഷൻ നടത്തി സ്റ്റാമ്പ് ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നത് സെക്ഷൻ 24 ആണ്. ഈ പ്രസ്താവന പൂർണ്ണമായും ശരിയാണ്, പൂർണ്ണമായും തെറ്റാണ്, പകുതി മാത്രം ശരിയാണ്. ഇതിന് ലീഗൽ മെട്രോളജി നിയമവുമായി ബന്ധമില്ല. ഏതാണ് ഓപ്ഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന പൂർണ്ണമായും ശരിയാണ്. വെരിഫിക്കേഷനും സ്റ്റാമ്പിങ്ങും പ്രതിപാദിക്കുന്നത് സെക്ഷൻ 24 തന്നെയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. നിലവാരമില്ലാത്ത അളവ് തൂക്കങ്ങൾ ഉപയോഗിച്ചാൽ സെക്ഷൻ 25 പ്രകാരം ശിക്ഷ ലഭിക്കും. രണ്ടാമത്തെ പ്രസ്താവന, അളവ് തൂക്കങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള ശിക്ഷ സെക്ഷൻ 26 പറയുന്നു. ഏതാണ് ശരി? പ്രസ്താവന 2 നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ രണ്ടും ശരിയാണ്. നോൺ സ്റ്റാൻഡേർഡ്സ് ഉപകരണങ്ങളുടെ ഉപയോഗത്തിനുള്ള പെനാൽറ്റി സെക്ഷൻ 25-ലും അതിൽ കൃത്രിമ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള പെനാൽറ്റി സെക്ഷൻ 26-ലുമാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത 5ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? സെക്ഷൻ 27 നിലവാരമില്ലാത്ത അളവ് തൂക്കങ്ങൾ നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 31 രേഖകൾ ഹാജരാക്കാതിരുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് വ്യക്തമാക്കുന്നു. സെക്ഷൻ 33 പ്രീ പാക്കേജ്ഡ് സാധനങ്ങളുടെ നിർവചനമാണ്. സെക്ഷൻ 44 വ്യാജ സീലുകൾ നിർമ്മിക്കുന്നതിനെതിരെ ഉള്ളതാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. സെക്ഷൻ 33 പ്രീ പാക്കേജ്ഡ് സാധനങ്ങളുടെ നിർവചനമാണ്. സെക്ഷൻ 33 എന്നത് വെരിഫിക്കേഷൻ ചെയ്യാത്ത അളവ് തൂക്കങ്ങൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന 2 പ്രസ്താവനകൾ വിലയിരുത്തുക. വിപണിയിൽ പരിശോധന നടത്തുമ്പോൾ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കാൻ വ്യാപാരി ബാധ്യസ്ഥനാണ്. കാരണം രേഖകൾ ഹാജരാക്കാതിരുന്നാൽ സെക്ഷൻ 31 പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കാം. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് വായിച്ച് നോക്കുക. ഓപ്ഷൻ എ ആണ് ശരി. എയും 6ഉം ശരിയാണ്. 6 എന്നത് എയുടെ ശരിയായ കാരണമാണ്. തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും ശരിയാണ്. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ രേഖകൾ ഹാജരാക്കാതിരിക്കുന്നത് സെക്ഷൻ 31 പ്രകാരം ശിക്ഷാർഹമായതിനാലാണ് വ്യാപാരികൾ അത് ഹാജരാക്കാൻ ബാധ്യസ്ഥരാകുന്നത്. അടുത്ത ചോദ്യം, ഒരു വ്യാപാരി വെരിഫിക്കേഷൻ നടത്താത്ത അളവ് തൂക്ക ഉപകരണം ഉപയോഗിച്ചാൽ അയാൾക്കെതിരെ സെക്ഷൻ 33 പ്രകാരം നടപടിയെടുക്കാം. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന ശരിയാണ്. അൺവെരിഫൈഡ് ഉപകരണങ്ങൾക്ക് സെക്ഷൻ 33 ആണ് ബാധകം. സെക്ഷൻ 24 പ്രകാരമുള്ള വെരിഫിക്കേഷൻ നടത്താത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സെക്ഷൻ 33 പ്രകാരമുള്ള പെനാൽറ്റി ചുമത്തപ്പെടുന്നു. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ സെക്ഷൻ 34നെ വ്യക്തമാക്കുന്നത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, നിലവാരമില്ലാത്ത അളവ് തൂക്കങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുമ്പോഴുള്ള ശിക്ഷയാണിത്. രണ്ടാമത്തത്, ഇത് പാക്കറ്റുകളുടെ നിർമ്മാണത്തിന് മാത്രമുള്ള പെനാൽറ്റിയാണ്. ഇതിലേതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി.
നോൺ സ്റ്റാൻഡേർഡ് തൂക്കങ്ങൾ വഴി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനെതിരെയുള്ളതാണ് സെക്ഷൻ 34. പാക്കേജ്ഡ് കമ്മോഡിറ്റികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, സെക്ഷൻ 36 അനുസരിച്ച് നിലവാരമില്ലാത്ത പാക്കറ്റുകൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണ്. രണ്ടാമത്തത്, പാക്കറ്റുകളിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 18 ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. സെക്ഷൻ 18 പ്രകാരമുള്ള നിയമങ്ങൾ ലംഘിച്ച് നോൺ സ്റ്റാൻഡേർഡ് പാക്കറ്റുകൾ വിറ്റാൽ സെക്ഷൻ 36 പ്രകാരം ശിക്ഷ ലഭിക്കും. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ലാസ്റ്റ് ചോദ്യമാണ്, ഔദ്യോഗിക മുദ്രകളിൽ കൃത്രിമം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഗവൺമെൻറ് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ഔദ്യോഗിക സീലുകൾ വ്യാജമായി നിർമ്മിക്കുന്നത് സെക്ഷൻ 44 പ്രകാരം കുറ്റകരമാണ്. ഈ പ്രസ്താവന ശരിയാണ്. തെറ്റാണ്. ഇത് സെക്ഷൻ 26 തെറ്റാണ്. ഇത് സെക്ഷൻ 34. നിയമത്തിൽ ഇങ്ങനെയൊരു സെക്ഷൻ ഇല്ല. ഏതാണ് ഓപ്ഷൻ? ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന ശരിയാണ്. വ്യാജ സീലുകൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമെതിരെയുള്ള ശിക്ഷ കൃത്യമായി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 44 ഇന്ന് നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ വേണോ? ഇതുപോലെ പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സിലും ചെയ്യാം. ഈ ഭാഗത്തു നിന്ന് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് കൂടുതലായിട്ട് സെക്ഷൻസ് പഠിക്കാനും പറ്റും ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലും ഇതുപോലെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു.